ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ബാങ്കിൽ പോകാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പൗഡർ ആണ് ഞാൻ ഫേസിലിടുന്നത്. അത് ഹിമാലയയുടെ ടാൽക്കം പൗഡറാണ്, കുഞ്ഞുവാവയുടേതാണ്. അപ്പം മുഖത്തും ഇടുന്നുണ്ട്, കൂടെ കഴുത്തിലും ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പം തന്നെ നമ്മൾ കഴുത്തിലും കൂടെ ഇടേണ്ടതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് പിന്നെ ഒരുപാട് ഇടണം, കാരണം കുറേ കഴിഞ്ഞ് അത് തിന്നാനുള്ളതാണല്ലോ. പക്ഷേ ഇത് ഇട്ടത് കുറച്ചധികം കൂടിപ്പോയി. അപ്പോൾ ഞാനതൊരു ടിഷ്യൂ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ എൻ്റെ പല്ലിലായിട്ടുണ്ട്. ഞാനത് എങ്ങനെയോ പോക്കിയിട്ടുണ്ട്, ടിഷ്യൂ വെച്ച് ലാസ്റ്റ് തുടച്ച് പോക്കിയതാണ്. പിന്നെ ഐലൈനർ ഞാൻ മുകളിൽ കൂടെ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. എനിക്ക് താഴെ കൂടെ എഴുതി എനിക്കത് റെഡി ആവില്ല, എന്താണെന്നറിയില്ല. എനിക്ക് താഴെ കൂടെ എഴുതുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ ഐലൈനർ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു റെഡ് കളറ് പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സിന്ദൂരം കാണാത്തതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെയാണ് ഞാൻ തൊട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയറിലേക്കാണ്. ഇനി ഹെയർ അതെങ്ങനെ കെട്ടണം എന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തു. ലാസ്റ്റ് ഞാൻ എത്തിച്ചെല്ലുന്നത് പോണിറ്റൈലാണ് ഞാൻ ലാസ്റ്റ് കെട്ടുന്നത്. എന്താണെന്നറിയില്ല, ഇതിങ്ങനെ പരത്തി മുടിയൊക്കെ ചീവി കെട്ടി വെച്ചാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എന്താണെന്നറിയില്ല. ഇതെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ പരത്തി കെട്ടുന്നതെന്ന്. പക്ഷെ എനിക്കിങ്ങനെ കെട്ടാനേ അറിയുള്ളൂ. സ്ഥിരം ഹെയർ സ്റ്റൈലും കെട്ടി കണ്ട് മുകളിൽ കുറച്ചായിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് കുഞ്ഞുവാവേനെ മാറ്റിക്കലാണ് ഇനി അടുത്ത ഒരു വലിയ ടാസ്ക്. അങ്ങനെ കുഞ്ഞുവാവേനെ മാറ്റിക്കഴിഞ്ഞു. കുഞ്ഞുവാവ ക്യാമറ കണ്ടപ്പോൾ ഭയങ്കര ചിരിയും നാണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മേനെ വെയിറ്റ് ചെയ്തു നിന്നു. അങ്ങനെ അമ്മ മാറ്റിക്കഴിഞ്ഞു. ഞങ്ങൾ ബാങ്കിലേക്ക് പോയി. ബാങ്കിലെത്തി കുറച്ച് നേരം അവിടെ ഭയങ്കര പോസ്റ്റായിരുന്നു, കാരണം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് തിരിച്ചു വന്നത്.